ഗുഡ് ഈവനിങ് മോളെ. ആഹാ, മോള് വന്നോ? മോളുടെ കാര്യം മമ്മി ഇപ്പൊ ഫോൺ ചെയ്ത് ചോദിച്ചതേ ഉള്ളൂ. മോക്ക് ആന്റി ഇപ്പൊ കാപ്പി തരാം. ചുമക്ക് കുറവുണ്ടോ അപ്പൂപ്പ? കുറവില്ല മോളെ. വീട് വലിച്ചിട്ടാ ചുമ നിൽക്കാത്തെന്ന് സൂചി ആന്റി പറഞ്ഞു. അമ്മമ്മേ, അപ്പൂപ്പൻ ഇനി വീട് കൊടുക്കരുത്. ഇനി കൊടുക്കൂല മോളെ. അങ്കിളിനോട് പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അങ്കിളിന്റെ പേരെന്താ? എന്താ അസുഖം? പനിയാ. മോടെ പേരെന്താ? രമ്യമോൾ. പവി താര വന്നിരിക്കുന്നൊക്കെ രമ്യമോളാ. പവിയുടെ പനിയൊക്കെ മാറിയെന്നാ തോന്നുന്നേ. ഒട്ടും ചൂടില്ല. മോളുടെ അമ്മ വന്നില്ലേ? വരാറാവുന്നേ ഉള്ളൂ. മത്തായി സൂസി എവിടെ പോയി? പാർട്ടി പോയതാണ്. മോളെ കണ്ടോ? മോളും കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ വരും. മോളിത് എവിടെയായിരുന്നു? അതെയോ? ഞാനും സൂചിയാന്റിയും കൂടെ ഇഞ്ചക്ഷൻ കൊടുത്തു. അല്ലേ സൂചിയാന്റി? വലിയ സൂചിയായിരുന്നു. നീ എന്താ ലേറ്റ് ആയ? ഇന്ന് ഓഫീസിൽ വലിയ തിരക്കായിരുന്നു. താക്കൂ. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? കഴിയാറായി. അടുത്ത ഷിഫ്റ്റിൽ ഇല്ലിക്ക. അവള് വന്നിട്ടോണം വരെ. വാ മോളെ. വരട്ടെ. മോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഞങ്ങളുടെ ക്ലാസ്സില് ഹണിയെ കുറിച്ചാണ് സ്വീറ്റ് എന്ന് പറഞ്ഞത്. അതേ കുട്ടിക്ക് വലിയ പവറ്. ഞാൻ തുറക്കാം. നീ രാവിലെ എവിടെ പോകുന്നു? ഡാൻസ് ക്ലാസ്സിന്. ഡാൻസ് ക്ലാസ്സില്? നീ എന്നോടൊക്കെ ഡാൻസ് പഠിക്കാൻ? 2-3 മാസമായി. എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഡാൻസ് പഠിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ ഡാഡി. എന്നാര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടല്ല. ഈ എക്സർസൈസ് ശരീരത്തിന് നല്ലല്ലേ ഡാഡി? അതുപോലെ നൃത്തമൊക്കെ. ഞാൻ ഇറങ്ങട്ടെ ഡാഡി. എങ്ങോട്ടാ? ബോംബെ IC 193. എപ്പോ വരും? നാളെ ഉച്ച. ശരി, ഞാൻ പോയിട്ട് വരാം ഡാഡി. നിക്ക്. ഞാനും കൂടെ വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് ആ പിള്ളേരവിടെ ഡ്രോപ്പ് ചെയ്തേക്കും. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. പുറത്ത് നല്ല മഞ്ഞും തണുപ്പുണ്ട് ഡാഡി. കൊടും തണുപ്പിലും മഞ്ഞിലുമാണ് ഞങ്ങൾ ബോർഡറിൽ കഴിഞ്ഞിരുന്നത്. ഇതൊക്കെ ഒരു തണുപ്പാണോടാ? സംഗതിയാകെ കുഴയെന്നാ തോന്നുന്നു. ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് ഡാഡി ഇറങ്ങി പുറപ്പെടുമെന്ന് ആര് കരുതി? കല അവിടെ കാത്തു നിൽക്കുകയും ചെയ്യുമല്ലോ. പോകാൻ വേറൊരു വഴിയില്ല. ഇതിന്റെ പുറകിൽ നിന്റെ കൂടെ വരാനോ? വഴി തള്ളിയിട്ട് നട്ടലൊടിക്കണമായിരിക്കും. എടുക്കണ കാറ്. രാവിലെ ഒന്ന് തൊള്ളാൻ പോവാന്ന് വിചാരിച്ചപ്പോ ഈ തന്തപ്പടി വിടുന്ന ലക്ഷണമില്ല. എന്താ ജപിക്കുന്നു? ഒന്നുമില്ല ഡാഡി. വണ്ടി എടുക്ക്.
ഡാഡി, അതെന്റെ ഫ്രണ്ടിന്റെ വീടാ. ആ നല്ല ഡിസ്കോ ഡാൻസറാ. ഭരതനാട്യം കഥകളിയൊക്കെ നന്നായി അറിയാം. നേരെ നോക്കി ഓടിക്കടാ. എന്താണ് ഇത്? ഡാഡി, അതും എന്റെ കൂട്ടുകാരന്റെ വീടാ. ഞാൻ തിരിച്ചു വരുമ്പോ ഡാഡിയെ പിക്കപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പിള്ളയുമായിട്ട് വന്നേക്കാം. മുഖം വെറുപ്പിച്ചോളൊന്നും ഒരു കാര്യമില്ല. കൂടെ ഉണ്ടായിരുന്ന പാർട്ടി ആരാന്നറിയാമോ? മേജർ വിശ്വനാഥ മേനോൻ. കേട്ടിട്ടുണ്ടോ? അതായത് എന്റെ ഫാദർ, തന്റെ വരുംകാല ഫാദറിലോ. അയ്യോ, നേരാണോ? ഓ, ഇനി സാറിന് ഇങ്ങോട്ടൊന്ന് കേറാവോ? സാറേ, ഞാൻ അകത്തോട്ട് വരട്ടാ? പാടോ വാ. സാധനം കിട്ടിയിട്ട് കേട്ടാ. മത്തായി വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ? പുതിയതായ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത്തിരി മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ എന്റെ സാറ്? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഹോസ്പിറ്റലാണ് മാതാവ്? പിന്നെ അല്ലാതെ. പക്ഷേ മത്തായി, താൻ സൂക്ഷിക്കണം. ഇവിടെയുള്ള ഒരു ഡോക്ടർ ഇത് അറിയാൻ ഇടയാകരുത്. അറിഞ്ഞ സങ്കടമാണ് സാറ്. ജോലി പോകും. ജോലി പോയാലും സാറിന്റെ പപ്പ അടുത്ത് പറഞ്ഞ് ദുബായിൽ എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലാക്കി തരുവാ. എടോ മത്തായി, തന്റെ കാര്യം ഞാൻ ഏറ്റെടോ. ഞാൻ ഒരു കാര്യം ചെയ്യും, അത് പൊട്ടിച്ചൊരു അല്പം ഒഴിച്ചിങ്ങിതാ. ഇത് വലിയ സങ്കടമാ സാറേ. സാറിങ്ങനെ എപ്പോഴും കഞ്ചാവ് ഇങ്ങനെ വലിച്ചു കയറ്റിയാണല്ലോ, പെട്ടെന്ന് ചത്തോളം കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം. എന്നായാലും മരിക്കേണ്ടതല്ലേ മത്തായി? സാറ് പിടി സാറേ. എനിക്ക് നല്ല ക്ലാസ് ഒഴിച്ചു തന്നൂടെ? എന്റെ പൊന്ന് സാറേ, ഈ ഔൺസ് ക്ലാസ്സിൽ കുടിച്ചാലുണ്ടല്ല, ഇവനൊരു മരുന്നിന്റെ എഫക്റ്റ് ആണ്. അതുകൊണ്ടല്ലേ മത്ത ഇതിൽ തന്നെ തരണത്. നാ പിടി. താനും കൂടെ ഒരു സ്മോൾ അടിച്ചോ. ഡോക്ടറാണെന്ന് തോന്നുന്നു. ഇവരല്ലേ? പക്ഷെ ഒന്നും ചെയ്തിട്ടോ കഷ്ടാണ്. പക്ഷെ ഏതടിയപ്പാ അത്? അതെന്റെ അങ്കിളിന്റെ സണ്ണ. അതെ അതെ, ഞങ്ങളും കുറെ അങ്കിളുടെ മക്കളെ കണ്ടിട്ടുണ്ട്. ചുമ്മാ നാണിച്ചിരിക്കാതെ വാവണ്ണേ. ജസ്റ്റ് മിനിറ്റ്, ഇപ്പൊ വരാം. ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഞങ്ങൾ പോയേക്കും.
നീ ഇതിനെ കാണിച്ചത്? എന്തിനാ ഇവിടെ വന്നത്? എന്റെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു റൊമാൻസ് ഒക്കെ ഉണ്ടാവുകയും അതറിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ മാറുകയും ചെയ്യുന്ന ഒരു രസമല്ലേ? പിന്നെ നാളെ കോളേജിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് എന്നെ വരും. തന്റെ വാചകമൊന്നും വേണ്ട, കേറാൻ നോക്കും. വേണ്ട വിനു, ആരെങ്കിലും കണ്ടാൽ എനിക്ക് പേടിയാവുന്നു. ഇന്നെന്താ പുതിയൊരു പേടി? അത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്നെ സ്റ്റൈലായിട്ടും കെട്ടിപ്പിടിച്ചു, എല്ലാ പേടിയും അങ്ങ് മാറും. ആ കേറാൻ നോക്ക്. വിനു, എന്താ ഇത്? പതുക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു സുഖമൊക്കെ ഇല്ലേ? ഇനി തന്നെ ഇറക്കി വിടാമെന്ന് വെച്ചാൽ ചട്ടക്കിടിച്ചാൽ പോലും താൻ ഇറങ്ങത്തില്ല. അതാ ആമ്പിള്ളാരുടെ ഒരു കഴിവ്, മനസ്സിലായി? എന്താ ഇത്? വിനു, എന്താ ഇത്? വിനു, what's wrong? ഇതോടാ ഇതോടെ അതെന്റെ ഡാൻസ് ക്ലാസ്സിലെ ഡാൻസ് ടീച്ചർ ആയിരിക്കും അല്ലേ? അതെ എടാ മുലപ്പാലിന്റെ മണം മാറിയിട്ടില്ലല്ലോ, അതിനു മുമ്പ് തുടങ്ങിയോ? ചേട്ടാ. അത് മാറിക്കടാ അങ്ങോട്ട്. എടാ മാറിക്ക. കൊച്ചേ, എന്താ നിന്റെ പേര്? എവിടാ നിന്റെ വീട്? മാതാ ഹോസ്പിറ്റലിന്റെ അടുത്താ. തന്നോട് വെച്ചോ? ആ കൊച്ചൊന്നും പറയാത്തോണ്ട് തപ്പം പറഞ്ഞു പോയതാ. കോളേജിൽ പഠിക്കാൻ പോകുന്നത് കണ്ട ആമ്പിള്ളേരെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനാണ് കാര്യം. ഇവനെന്നെ അനിയാണെങ്കിലും ഇവനെയൊന്നും കുളിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് പോയാൽ കുട്ടിയുടെ ലൈഫ് പോയിലായി പോകും. കരയാതെ കൊച്ചേ, കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയാന്നേ, കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് കരയാൻ തുടങ്ങിയാൽ എങ്ങനെ? ഇങ്ങോട്ട് കയറാ വണ്ടിയെ കയറേ. മാറിക്കട അങ്ങോട്ട്. ഇപ്പൊ മനസ്സിലായോ കൊച്ചെ? കൊച്ചന്റെ കാമുകന്റെ തലസ്വരൂപം. നിന്നെ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും ഇവൻ മടിക്കല. ഇതിന് എവിടെന്നാ പിടിച്ചെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വേണം വീട്ടിൽ വരാൻ. മനസ്സിലായോ? ആ, എന്നാ തനിക്ക് പോണോ? വേണ്ട, എന്നാ വണ്ടി വിടും. ഗേറ്റ് തുറന്നിട്ടില്ല. കൊച്ചാ നല്ലോണം പിടിച്ചിരുന്നോണേ. വിനുവിന്റെ ചേട്ടനത്? അതെ അതെ, സ്വർഗത്തിലെ പട്ടുള്ളൂ.